കൈരളി പീപ്പിളിലെല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഷാർജയിലാണ്. UAE ഒരു എമിറേറ്റ്സ് ആണ് ഷാർജ. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ എത്തുന്ന മലയാളികൾ അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് അവർ വിജയം കൈവരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പ് UAE പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് ഇന്നൊരു കമ്പനി നടത്തുകയാണ്. ഷിപ്പിംഗ് കമ്പനി, മോഡേൺ ഏജ് ഷിപ്പിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നൗഫൽ ഉമ്മർ ഇക്ബാൽ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. പാലക്കാട് ജില്ലയിൽ നിന്നും എങ്ങനെയാണ് UAE ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജയിലെത്തുന്നത്? ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് UAE. ഇന്ന ജോലിയൊന്നുമല്ല, പക്ഷേ മാർക്കറ്റിങ്ങിലായിരുന്നു ഫോക്കസ് ചെയ്തത്. അത് എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതെ, ഇവിടെ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ളതായിരുന്നു. അതെ, സെയിൽസ് ആയിരുന്നു ഫോക്കസ്. ഇൻട്രസ്റ്റഡ് ഏരിയയും സെയിൽസ് ആയിരുന്നു. പിതാവ് എന്ത് ജോലിയായിരുന്നു? പിതാവ് സൗദിയിലായിരുന്നു. ഇപ്പല്ല, 32 കൊല്ലം പുള്ളി സൗദിയിലായിരുന്നു. ഒരു പക്ഷേ ഒരു പ്രവാസ ജീവിതം വളരെ കുഞ്ഞുനാൾ മുമ്പ് അറിയുന്നത് പിതാവിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇല്ല, ഞാൻ സൗദിയിൽ പോയിട്ടുമില്ല. സൗദിയിൽ പോകാനായിരുന്നു ഉദ്ദേശം, പക്ഷെ അതെങ്ങനെ വഴിതെറ്റി. ശരിക്കും ആദ്യമായി ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഏത് ജോലിയിലാണ്? ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഇൻഡസ്ട്രി തന്നെയായിരുന്നു. ലോജിസ്റ്റിക്സ്, ബേസിക്കലി ഗൾഫ് ഏജൻസി എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തത് മാർക്കറ്റിംഗ് ആയിരുന്നു? അല്ല, അതാണ് അതിൻ്റെ രസകരമായിട്ട് പറയാം. സെയിൽസ് അന്വേഷിച്ച് പോയി അവസാനം ഫ്രൈറ്റ് ഫോർവേഡിംഗിൽ വന്ന് പെട്ടു. ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറയാൻ കഴിയില്ല, 3PL, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. മാർക്സ് ആൻഡ് സ്പെൻസർ അതൊരു UK ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് ഗൾഫ് ഏജൻസിയാണ്, വിത്ത് എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ടിബറ്റ് ബ്രിട്ടൻ UK. അതിൻ്റെ ലോജിസ്റ്റിക്സ് സൈഡിലായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഒരു പക്ഷേ ആ ഒരു ഫീൽഡ് പുതിയതായിട്ടാണ്, കാരണം നമ്മൾ ആഗ്രഹിച്ചത് വേറെ ഒന്ന്, കിട്ടുന്നത് വേറെ ഒന്ന്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം കിട്ടുമ്പോൾ അതിനെങ്ങനെ സക്സസ് ആക്കാം എന്ന് കരുതിയിരുന്നു? ഇല്ല, അത് വളരെ സ്ക്രാച്ച് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആ ജോബിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റോക്ക് ഹാൻഡലർ എന്നൊരു പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് സ്റ്റോക്ക് ഹാൻഡലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെയർ ഹൗസിലുള്ള ജോബ്സാണ്. വെയർ ഹൗസിലുള്ള സ്റ്റോക്സ് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ ഷിപ്പിങ്ങിനുള്ള റെഡിയാക്കണം, ബാക്കിയുള്ള അതിനുള്ള ഇനീഷ്യൽ പ്രിപ്പറേഷൻസ്, കൺസോൾട്ടേഷൻസ്, ഇമ്പോർട്ട് കാർഗോ വരുമ്പോൾ അതിൻ്റെ കൺസോൾട്ടേഷൻ, ഇതൊക്കെയായിരുന്നു ആദ്യം. ശരിക്കും പറഞ്ഞാൽ വേറെ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതെ, അതിൻ്റെ ബോട്ടം ലൈൻ തന്നെ തുടങ്ങിയത്. പിന്നെ ലോജിസ്റ്റിക്സ് സ്റ്റോക്ക് ഹാൻഡലറായി, പിന്നെ അവിടുന്ന് അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു. അതിൻ്റെ സിസ്റ്റംസും കമ്പ്യൂട്ടേഴ്സും അത് മനസ്സിലാക്കി. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ ലോജിസ്റ്റിക്സ് ഓഡിറ്ററായിരുന്നു. ലോജിസ്റ്റിക്സ് ഓഡിറ്റർ ആയിട്ടാണ് അവിടുന്ന് റിസൈൻ ചെയ്യുന്നത്. ഒരു 8 വർഷക്കാലം ആ കമ്പനി തന്നെയായിരുന്നു? അല്ല, ഞാനൊരു 5 years ആയിട്ട് ആ കമ്പനിയിലായിരുന്നു. ഈ 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളമായിരുന്നു? കാരണം ഇവിടെ ഏറ്റവും വേണ്ട ഒരു കാര്യം എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഇനീഷ്യലി ഒരു 17 hours ഒക്കെ ജോലിയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഓവർ ടൈം ഉണ്ട്, പിന്നെ ഫോഴ്സ്ഫുള്ളി പഠിക്കണമെങ്കിൽ യു ഹാവ് ടു. ഓക്കെ, കാരണം എല്ലാം ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ബേസിക്കലി അത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒന്നൊന്നായി പഠിക്കുകയായിരുന്നു അല്ലേ? ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൂ. അതെ, ഒരുപക്ഷെ നമുക്ക് വേറൊരു സ്ഥലത്ത് കിട്ടാത്ത ഒരു നോളജ് നമുക്ക് ഈ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും, കാരണം ലോജിസ്റ്റിക്സ് കണ്ടുപിടിക്കുന്ന വെള്ളക്കാരാണ്, യൂറോപ്യൻസാണ്, ബ്രിറ്റ്സ് ആണ് ബേസിക്കലി. ലോജിസ്റ്റിക്സ് അവരുടെ വേൾഡ് വൈഡ് അവർക്ക് കോളനീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ കോളനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് തന്നെ ഒരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നത്. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഒരു 4.5 years എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ഇൻ മൈ ലൈഫ്. അതൊരു ടേണിംഗ് പോയിന്റ്. ഓഫ് കോഴ്സ് ഒരുപാട് പഠിക്കാൻ പറ്റും. അവരുടെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ
നമ്മൾ ഇന്ത്യൻസിൻ്റെ ചിന്താഗതിയല്ല അവർക്ക്. സോറി ടു സേ നോ പ്രോബ്ലം. കാരണം അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി ഓരോ കാര്യങ്ങൾ പുതിയ ചെയ്യണം, അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം. പിന്നെ ഈഗോ ക്ലാഷസ് അങ്ങനെയൊന്നുമില്ല ജോബിൽ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്ത് നമുക്ക് ചെയ്യാനായിട്ട് ഒരു സീറ്റ് ഒരു പ്രോബ്ലം അല്ല, ചെയർ ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ല, നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ തേടി വരും, നമ്മളെ അന്വേഷിച്ച് തന്നെ അവരെത്തും. അത് 10 വർഷം എന്നുള്ളത് മാത്രം. 10 വർഷമല്ല, ഒരു 97 സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 8 കൊല്ലായി വരാൻ വേണ്ടിയിട്ട്, റിസൾട്ട് എത്താൻ വേണ്ടിയിട്ട്. 8 വർഷം നമ്മളത് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ, ശരിക്കും. കാരണം അവിടെ നിന്ന് തന്നെ റിസൈൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇല്ല, അവിടുന്ന് ഒരു വലിയ കമ്പനി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അതിൽ ലൈക്കിനോ മാക്സിമം അവിടുന്ന് പഠിക്കാൻ പറ്റി പഠിച്ചു കഴിഞ്ഞു എന്നൊരു ഇതിപ്പം ഷിപ്പിങ്ങിന് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ബ്രാഞ്ചിലോട്ട് പോകാന്നുള്ളതായിരുന്നു അടുത്ത പ്ലാൻ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് മോഡേൺ ഏജ്. അല്ല, അവിടെ നിന്ന് ഞാൻ പിന്നെ ക്ലാരിയൻ ലോജിസ്റ്റിക്സ് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്തു. എത്ര വർഷം? 2 years വർക്ക് ചെയ്തു. ഓക്കെ. അവിടെ നിന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു. അതെ, ഇത് ഓൾറെഡി ഗൾഫ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റായ ഒരു കമ്പനിയാണ്. ഒരു മൾട്ടിനാഷണൽ, 63 ബ്രാഞ്ചസ് അറൗണ്ട് ദ ഗ്ലോബ്. ഓക്കെ. ഒരു കടലാണ്, വലിയൊരു എസ്റ്റാബ്ലിഷ് കമ്പനിയാണ്. അവിടെ നിന്ന് മാക്സിമം ഒരു നല്ലൊരു സ്കൂളാണത്. നമുക്കത് നമ്മുടെ കഴിവുകളെ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്കൂളായിരുന്നു അത്.